ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് കൈകൊണ്ട് അമർത്തിയേക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഒരു നല്ലൊരു മീൻ കറി ഉണ്ടാക്കാൻ പോവില്ല. ഞാൻ എന്ത് സാധനങ്ങളും നേരത്തെ അരിഞ്ഞ് പെറുക്കിയൊക്കെ വയ്ക്കും. അപ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അരിയലും പെറുക്കലും വെക്കലും ആകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എല്ലാ സാധനങ്ങളും രാവിലെ എഴുന്ന സുബഹി നമസ്കാരം കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് കടന്നതിന് ശേഷം പിന്നെ വന്നിട്ട് എന്താണെന്ന് കറി വയ്ക്കുന്നത് ഒരു പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളിയും തക്കാളി ഒക്കെ ഞാൻ അരിഞ്ഞ് പെറുക്കി തോരനൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തോരനാണെങ്കിൽ തോരൻ മെഴുക്ക് പുരട്ടി. അപ്പോൾ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനെപ്പറ്റി ഒരു ചെറിയൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് അരിഞ്ഞ് കിട്ടും. പിന്നെ രാവിലെ തന്നെ നമുക്ക് മീൻ കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് സൺഡേ മീൻ ഇവിടെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ സൺഡേ മോന് സാറ്റർഡേ എനിക്ക് മീൻ കൊണ്ടു തന്നിരുന്നു ഇവിടെ. അപ്പം അതുകൊണ്ട് ഞാൻ കക്കയും പിന്നെന്താണ് മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്തി നല്ല മത്തിയായിരുന്നു, വലിയ മത്തി, നല്ല പഞ്ഞിയൊക്കെ ഉള്ള മീനായിരുന്നു. പഞ്ഞി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അതിനകത്തുള്ള അതിലുള്ള നല്ല മീൻ. അപ്പോൾ ആ പഞ്ഞിയുള്ള മീൻ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ലൊരു മീൻ കറി വയ്ക്കാം. മലപ്പുറത്തെ ഒരു നല്ലൊരു നാടൻ മീൻ കറി. അപ്പം എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ കണ്ടോളൂ. ഇന്നുണ്ടാക്കുന്ന കക്ക ഇതുണ്ടാക്കണം, അതുപോലെ തന്നെ മീൻ കറി വെക്കണം, കുറച്ച് ചിക്കൻ ഉണ്ട്, അത് പൊരിച്ചെടുക്കണം. പിന്നെ അച്ചിങ്ങാപ്പയർ മെഴുക്ക് വരട്ടി വെക്കണം, പുളി വെള്ളത്തിലിട്ടിരിക്കുന്ന ഉള്ളികളൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലെ നല്ലൊരു അടിപൊളി മീൻ കറി. വലിയ മീനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയായിട്ടിരിക്കുന്നത്. മത്തിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ നല്ല അയൺ കണ്ടൻറ്റ് ഉണ്ട്, ഒമേഗ ഫാറ്റി ആസിഡ് ഉണ്ട്. ഇപ്പം എന്താണ് ഒരു ദിവസം ഒരു 5 മത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയ്ക്ക് നല്ലതാണ്. ഒമേഗ ഫാറ്റി ആസിഡ് നന്നായി ഒരു ഒമേഗ ഫാറ്റി ആസിഡ് കഴിക്കുന്ന മെഡിസിൻ്റെ ഫലം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെയിലി മത്തി കഴിക്കുന്നത് നല്ലതാണ്. അലർജിക്ക് വരെ പോകുന്നതാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ അടുത്തൊരു ഡോക്ടർ പറഞ്ഞു അലർജി വരെ മാറുന്നു. എന്നിട്ട് ഞാൻ പുളി ചട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വാളൻ പുളി ഒഴിച്ച് പിന്നെ അതിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ട് പിന്നെ ഞാൻ 3 വെളുത്തുള്ളി 10 മത്തിയാണുള്ളത്, 3 വെളുത്തുള്ളിയും ഒരു 6 ചെറിയ ഉള്ളിയും ചതച്ചതിനകത്തേക്ക് ഇട്ട് കരിവേപ്പിലയിട്ട് വെച്ചാൽ കൂടുതൽ നമ്മളിട്ട് കഴിയുമ്പോൾ എല്ലാം കൂടി ഒരു ചണ്ടി പോലെ ഉണ്ടാവും, കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം നമ്മൾ ആവശ്യത്തിന് മാത്രം ഇടുമ്പോൾ അതിന് വല്ലാത്തൊരു ടേസ്റ്റ് ആയിട്ടും കറിക്ക് ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ മനസ്സും നന്നായിരുന്നാലേ നമ്മുടെ കറി വയ്ക്കുന്ന കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ മിക്സിയിലേക്ക് അരക്കാൻ തേങ്ങ, 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി ഇവ ഇട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ നോക്കുക നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളം നമ്മൾ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് മീനിട്ടതിന് ശേഷം നല്ലോണം തിളയ്ക്കാൻ വെക്കണം കേട്ടോ. മീൻ പൊടിഞ്ഞൊന്നും പോകില്ല. നമ്മൾ മീൻ തിളയ്ക്കുന്ന വരെ നല്ല ഫ്ലെയിമിൽ കൊടുക്കുക, വലിയ ഫ്ലെയിമിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതാക്കി കൊടുക്കുക ഫ്ലെയിം. അപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ മീൻ നന്നായി തിളയ്ക്കുന്നുണ്ട് കണ്ടോ. ഈ മീൻ നന്നാക്കി തിളച്ചതിന് ശേഷം നമ്മൾ മെല്ലെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഉപ്പ് ഞാൻ ആദ്യം കുറച്ചേ ഇട്ടിട്ടുള്ളൂ, എന്നാൽ ഞാൻ നോക്കട്ടെ ഉപ്പുണ്ടോ എന്നുള്ളത്, ഉപ്പും ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് കേട്ടോ. നോക്കട്ടെ, കണ്ടോ നല്ല ഉപ്പ് കുറവുണ്ട്, ഇച്ചിരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് ഉപ്പ് നമ്മളിടുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവരാകുമ്പോൾ നമ്മളതിനനുസരിച്ചിട്ടാണ് ഉപ്പിടേണ്ടത്. അപ്പോൾ അതിന് പാകത്തിന് ഉപ്പ് ഇട്ടു. എന്നിട്ട് നമ്മളിനി അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലേക്ക് നമ്മളിത് കറി കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ ഫ്ലെയിമിനകത്ത് ഈ കറി ഇതാവുക കണ്ടോ, ചെറിയ ഫ്ലെയിമിലാണ് കൊടുത്തത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ മീൻ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. പാകത്തിനുള്ള കുറുക്കം ഒക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ഇതിനകത്ത് നമ്മൾ മനസ്സറിഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ ഏത് കറി നന്നാവും. ഇത് മലപ്പുറത്ത് വെക്കുന്ന കറിയാണ് കേട്ടോ, മീൻ കറി. എൻ്റെ ഉമ്മയുടെ ഉമ്മ വല്യമ്മ വെക്കുന്ന മീൻ കറിയാണ് ഞാനിന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ മാറ്റി വെക്കും, ചിലപ്പോൾ പറ്റിച്ചൊക്കെ വെക്കാറുണ്ട്. പറ്റിച്ച് വെക്കുമ്പോൾ ഞാൻ ഇഞ്ചി ചേർക്കും. ഇനി നമ്മളിത് താളിച്ചൊഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 1 അല്ലി വെളുത്തുള്ളി അതിനകത്തേക്ക് ഇടണം, ചെറുതാക്കി കുനുകുനാക്കിയിട്ട് അരിയണം കേട്ടോ. അപ്പോൾ മീൻ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ചുമന്നുള്ളിയുടെ ടേസ്റ്റ് വേറെ, അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടി ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ.
എന്നിട്ട് നമ്മൾ ഈ മീൻ കറിയിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് മീൻ കറിയിലേക്ക് നമ്മൾ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അടിപൊളി മീൻ കറി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ എന്താ നിങ്ങളുടെ വിശേഷം? മീൻ കറി എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി കറിയാണ്. ഇപ്പം നോക്കിക്കോളൂ, ഈ കറിയിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് എന്നിട്ട് ഒഴിച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി അതിനകത്തുള്ള കംപ്ലീറ്റ് കോരി ഇതിനകത്തിട്ട് നമ്മൾ മാറ്റണം. മാറ്റിയതിന് ശേഷം ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. ഒരൊറ്റ മീൻ പോലും ഉടഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ കയ്യിലുകൊണ്ട് ഇളക്കി കൊടുക്കണ കാണാം, കണ്ടോ? ഒരു മീൻ പോലും ഉടഞ്ഞിട്ടില്ല.